ഡേ ഞാൻ പറഞ്ഞില്ലേ അവരെല്ലാം ഒറ്റക്കെട്ടാണ്. ആട്ടെ ഏറ്റവും വലിയ ശത്രുക്കൾ നമ്മൾ രണ്ടുപേരുമാണ്. ആ മാവിൻ്റെ മൂട്ടി ഇത് കോൺഗ്രസ് കൂടെയാണ്. എന്നെയാണ് അവരെ ടാർഗറ്റ്. അതുപോലെ തന്നെ എടാ ഞാൻ ജോലി കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഇറങ്ങും. നമുക്ക് കല്യാണത്തിന് പോയില്ലേലും നമുക്ക് പാർട്ടിക്ക് പോകണം. ആഹാ, നടക്കാത്ത കല്യാണത്തിന് ഒരിക്കലും ഇല്ലാത്തൊരു പാർട്ടി. എന്താടാ അമ്മ, നമ്മളിന്ന് പോയിട്ട് നാളെ വരത്തുള്ളൂ. നാളെ വരത്തില്ലെന്നാ? നിങ്ങൾ എവിടെ പോണതിന്? അതിപ്പോ എവിടെയെങ്കിലും പോവാലോ. അങ്ങനെ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെ വേണേൽ പോകാൻ പറ്റൂല. ഞങ്ങൾ അനുവാദം തരുന്ന സ്ഥലത്ത് മാത്രം പോയാൽ മതി. അച്ഛാ, ഇതിപ്പോ വല്ലാത്ത കഷ്ടമായല്ലോ. ഞങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ഞങ്ങളെ നിങ്ങൾ കൊണ്ടുപോകത്തുമില്ല. എന്നാൽ ഞങ്ങളോട്ട് പോവാന്ന് വെച്ചാൽ അതിന് സമ്മതിക്കത്തൂല്ലേ? നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാന്ന് പറ. കുരുപ്പല്ലത്തെ കൊള്ളാം. ഒന്നിനാഴ്ച ദുഃഖത്തിന് തീർന്നില്ല. അപ്പോഴെല്ലാത്തിനെ കെട്ടിയെടുത്തോണ്ട് അങ്ങോട്ട് പോകണം. ചേട്ടാ ഇതെന്ത് കഷ്ടോ. എനിക്ക് എന്റെ സഹോദരൻ കൂടെ സിദ്ധുവിന്റെ വീട്ടിൽ അല്ല എന്റെ വീട്ടിൽ എനിക്ക് പോകാൻ പാടില്ലേ അമ്മ? അല്ല, നിന്റെ വീട്ടിൽ നിനക്ക് പോവാം. നിന്റെ കൂടെ വരാൻ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെയും പോവാം. അതിനൊന്നും തെറ്റൊന്നുമില്ല. തെറ്റുണ്ടോ? തെറ്റൊന്നുമില്ല. പോവാം. അതിനെന്താ കുഴപ്പം? പോവാം. പക്ഷേ ഞാൻ അതിന് പെർമിഷൻ തരൂല. എന്തോന്നച്ചാ, നമുക്ക് പടവലോ നെയ്യാറ്റിങ്കരയും പോലെ തന്നെയല്ലേ കുഴപ്പമുള്ളൂ. വെറുതെ പ്രശ്നം ഉണ്ടാക്കല് പറയുന്നത് വേണ്ട. ദേ ഒരു മിനിറ്റ്, ആരും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. ഇവർ വാശിക്കാണ് പോണത്. പോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ വാശിക്കുള്ള പോകണ്ടല്ലോ, അതത്ര നല്ല കാര്യമൊന്നുമല്ല. പിന്നെ ഇവർ ചെല്ലുമ്പോൾ അവർക്കൊരു കുറച്ച് സന്തോഷമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് പോയിക്കോട്ടെ. അവിടെ ആൾക്ക് സന്തോഷം ഇവർ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വീട്ടുകാർക്ക് അവർക്ക് സന്തോഷമൊന്നുമില്ല. പിന്നെ ജനാർദ്ദനാണ് എൻ്റെ പാവമായിട്ട് അങ്ങനെ പിള്ളേരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവരെ ഈ വായിരിക്കണ കേട്ടോന്ന് മാത്രം ഉൾപ്പെടെ തിളക്കി പിടിക്കൂല. പിന്നെ ഇതാ ഈ സാധനം ഉണ്ടല്ലോ, ഇതാണ്ട് ഈ സിംഹം കയറി കിളിക്കൂടുപോലെയാണോ ചെന്ന് കയറി കൊടുത്താൽ. പിന്നെ ഇതിനെ പറ്റി ഉള്ളതില്ലാത്തൊക്കെ വെച്ച് കെട്ടിയ നാട് മൊത്തം പറഞ്ഞു നടക്കുന്നേ. അച്ഛാ, കുഴിപ്പള്ളത്തെ അമ്മേനെ ഒന്നും പറയരുത് കേട്ടാ. എനിക്ക് എന്റെ അമ്മേനെ പോലെ തന്നെ അവിടുത്തെ അമ്മയും. നിനക്ക് എല്ലാവരും വേണ്ടപ്പെട്ടവരെ തന്നെ അച്ഛ ഒഴിച്ച്. അമ്മ, ഇതിപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇപ്പോൾ അങ്ങോട്ട് കുഴപ്പത്തോട്ട് ചെന്നാണ്. അവിടുത്തെ അമ്മയ്ക്ക് അച്ഛനൊക്കെ ഭയങ്കര സന്തോഷവും ഇവളോട് ഭയങ്കര സ്നേഹം കൂടും. ഇത് ചിലക്ക് അവർക്ക് രണ്ടിനും ഒറ്റയ്ക്കല്ലേ, അവർക്ക് ഒന്നാമത് വയ്യായിരിക്കണം. നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇരട്ടി പണിയില്ലേ. അമ്മ, ഞങ്ങൾ കുഴപ്പത്ത് പോയാൽ അവർക്ക് ഭയങ്കര സന്തോഷമാവുമെന്ന്. എനിക്കൊന്നും പറയാനില്ല. അച്ഛൻ എന്താണോ തീരുമാനിക്കുന്നത് അത് തന്നെയായിരിക്കും എൻ്റെയും തീരുമാനം. ആഹാ, ഈ അച്ഛനനുസരിക്കുന്ന പരിപാടി അമ്മ എന്നാ തുടങ്ങിയേ? ഞാൻ അറിഞ്ഞില്ലല്ലോ. കേശു, നീ അറിഞ്ഞാടാ? ഞാൻ അറിഞ്ഞില്ല. ലച്ചുവേ, നീ ശരിക്കും മേടിച്ചിട്ട് ഇവിടെ നിന്ന് പോവുള്ളൂ കേട്ടോ. അവിടെ പോയിട്ട് അവിടെ തന്നെ നിൽക്കേണ്ടി വരും. ഇല്ല, മേടിക്കാൻ കണക്കായിട്ട് തന്നെയാ ഞാൻ ഇവിടെ വന്നേക്കണേ. അച്ഛൻ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഭയങ്കര സ്വീകരണമായിരിക്കും. എടാ, അവിടെ അണ്ണനും ചേച്ചി ഒറ്റയ്ക്കല്ലടാ ഉള്ളൂ. ഒന്നാമത് അവർക്ക് വയ്യാത്തത്. നിങ്ങളെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇരട്ടി പണിയില്ലടാ. പണിയൊന്നുമില്ല. ഭക്ഷണത്തിന്റെ കാര്യമാണെങ്കിൽ ഞങ്ങൾ അവിടെ പോയിട്ട് ഓർഡർ ചെയ്ത് കഴിച്ചോളാം. അതെ. അവർക്ക് നേരത്തെ കാലത്ത് കിടന്ന് ഉറങ്ങണം. ഇതെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഭയങ്കര ബളം ഉണ്ടാക്കും. അല്ല അല്ല, അത് കുഴപ്പമില്ല. നമുക്ക് ഒരു 9-9 അവർ 7 മണിക്ക് കിടക്കും. അച്ഛൻ ഓവറാക്കല്ല. അച്ഛൻ 7 മണിക്ക് ഇതെന്തോന്നത് 7 മണിക്ക് കിടക്കണ്. അതുപോലെ തന്നെ നാളെ വൈകുന്നേരം നമുക്ക് തിരിച്ചെത്താലോ. ഒരു ദിവസത്തെ കാര്യമല്ലോ. 9 മണിക്ക് അങ്ങ് നേരത്തെ കയറി കിടന്നോളാം. അതുപോലെ തന്നെ നാളെ അവിടുത്തെ അമ്മയും അച്ഛനും കൊണ്ട് നമുക്ക് അമ്പലത്തിൽ പോവാം, സിനിമയ്ക്ക് പോവാം, ഫുഡ് എല്ലാം അടിച്ച് പൊളിക്കാം നമുക്ക്. എടാ ചെറുക്ക, വെറുതെ അവരെ കയ്യിലിരിക്കുന്ന പൈസ ചെലവാക്കിക്കുന്നത് നാണക്കെട്ടാണ്. അതിന് ആരാ അവരുടെ കയ്യിലിരിക്കുന്ന പൈസ ചെലവാക്കുന്നത്? ഇത് ഞാനും ചേട്ടനോ ഡീൽ ചെയ്യുന്നത്. ഞങ്ങൾ പൈസ ഇറക്കിക്കോളാം. എങ്കിൽ പിന്നെ നിന്റെ തന്റെ കൊണ്ടൊന്ന് പൈസ ചെലവാക്കിച്ചിട്ട് എന്നെ കൊണ്ട് കറങ്ങിയിട്ട് വന്നൂടെ? ഇല്ല, കറങ്ങി വരുന്നതാണോ? ഞാനേ ഒരു കാര്യം ചെയ്യാം. കുഴിപ്പള്ളത്തെ അമ്മേനെ വിളിച്ച് പറയാം അച്ഛന് ഞങ്ങൾ അവിടെ വിടാൻ താല്പര്യം. ഒന്നാമത് അവർക്ക് എന്നെ ഭയങ്കര സ്നേഹമാണ് ഉള്ള. നീ കുടുംബം കലക്കോടി, 2 കുടുംബങ്ങളെ തമ്മിൽ വഴക്കുണ്ടാക്കോടി. വിട്ടേ നീ എവിടെയാണോ പോവാ അല്ലേ? എങ്ങനെ ഇരിക്കുന്നു? നിങ്ങളെ മക്കളല്ലേ, എല്ലാം തലയിരിഞ്ഞായിരിക്കുള്ളല്ലോ. ഏയ് ഇങ്ങനായ എന്റെ മക്കള്, നല്ലതായ നിന്റെ മക്കള്. അപ്പൊ നമ്മളെ മക്കളെവിടെ?